എല്ലാവർക്കും നമസ്കാരം. ഒരു ദിവസം മാത്രം മതിയോ വനിതകൾക്ക് ആഘോഷിക്കാൻ? അല്ല. എങ്കിലും ഈ ദിവസം നമ്മളെ വനിതകളെ, സ്ത്രീകളെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജമാണ് ഇതിലൂടെ നമുക്കവർ നൽകുന്നത്. ഒരുപക്ഷെ അവരുടെ ഉദ്ദേശവും അതൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് ആദ്യമായിട്ട് ഈ വർഷത്തെ അംഗീകാരം ലഭിച്ചത്, വനിതാ ദിന അംഗീകാരം ലഭിച്ചത് സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയിൽ നിന്നാണ്. പെൺമ 2026 എന്നൊരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചിരുന്നു. 100 വനിതകളെ ആദരിക്കുകയും 100 വിദ്യാർത്ഥികൾക്ക് റംദാൻ കിറ്റ് നൽകുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഗംഭീരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം വിവിധ മേഖലകളിലെ കഴിവ് തെളിയിച്ച 100ഓളം സ്ത്രീകളെ കണ്ടെത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു മഹനീയമായ വേദി. അതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ റംഷാദ് സൈബർ മീഡിയയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ പ്രോഗ്രാമിന് വളരെ ഗംഭീരമായൊരു പ്രോഗ്രാം ആയിരുന്നു. അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലുള്ള ഒരുപാട് സന്തോഷവും അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേളയിൽ രേഖപ്പെടുത്തുന്നു. അടുത്തത് CDS തലത്തിൽ, അതായത് ഗുരുവായൂർ CDS തലത്തിൽ എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിന് ഒത്തിരി കൂടെ മധുരമുണ്ട്. കാരണം പുറത്തുനിന്ന് നമുക്ക് എവിടെ നിന്ന് എന്തൊക്കെ അംഗീകാരങ്ങൾ ലഭിച്ചാലും നമ്മുടെ തട്ടകത്ത് നിന്ന്, എൻ്റെ അതേ സ്ഥലത്ത് നിന്ന്, ഞാൻ നിൽക്കുന്ന ആ ഒരു ഇടത്ത് നിന്ന് എനിക്ക് എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. CDS വനിതയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വിചിത്ര മനോജ്, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള സുനിത അരവിന്ദനിൽ നിന്നുമാണ് ആ അംഗീകാരം എനിക്ക് ലഭിച്ചത്. AS ആയിട്ടുള്ള ധനലക്ഷ്മി മാഡവും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അവരുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അംഗീകാരം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനുശേഷം പാവർട്ടിയിലുള്ള തജ്നീദ് ക്ലബ്, വളരെ മാതൃകാപരമായ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ചെയ്യുന്ന ഒരു സംഘടനയാണ് തജ്നീദ്. ആ സംഘടനയുടെ ഭാഗമായി അവിടെയുള്ള പഞ്ചായത്തിലെ വിവിധ മേഖലയിലുള്ള സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു ചടങ്ങിൽ ഉദ്ഘാടകയായിരുന്നു ഞാൻ. ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം അവരുടെ ഒരു ആദരവ് നേടാനും എനിക്ക് സാധിച്ചു. അത് വലിയൊരു സന്തോഷമായിട്ട്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ എനിക്ക് ലഭിച്ച ഇത്രയും അംഗീകാരങ്ങൾ ഒരു വർഷത്തേക്കല്ല, ഒരു ജീവിതത്തിലേക്കുള്ള ഒരു അംഗീകാരമാണ്, ഊർജമാണ്. അതിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. ആ സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.